ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നോമ്പിന്റെ 37-ാം ദിവസത്തെ ചിന്ത. കാരുണ്യത്തിന്റെ തനിരൂപമായിരുന്നു മദർ തെരേസ. കൽക്കത്തയിലെ കാലിഘട്ട് ക്ഷേത്രത്തോട് ചേർന്നുള്ള വലിയ സത്രം മരണാസന്നരായ രോഗികളെ പരിചയിക്കുവാനായി മദർ തെരേസയ്ക്ക് നൽകപ്പെട്ടു. മദർ ഇതിന് നിർമ്മൽ ഹൃദയ എന്ന് പേരിട്ടു. കാളിഘട്ട് ക്ഷേത്രത്തിൽ 100-ലധികം പൂജാരിമാരുണ്ടായിരുന്നു. ക്രിസ്ത്യാനിയായ കന്യാസ്ത്രീക്ക് സത്രം നൽകിയതിന്റെ പേരിൽ വലിയ പ്രതിഷേധമുണ്ടായി. ഇവിടെ മദർ മതം മാറ്റുന്നുവെന്ന് ആരോപണവുമുണ്ടായി. വളരെയധികം ആൾക്കാർ പരാതി നൽകി. മേയറും പോലീസ് കമ്മീഷണറും അത് അന്വേഷിക്കുവാനായി എത്തി. അപ്പോൾ മദർ അവിടെ ഒരു കുഷ്ഠരോഗിയുടെ വ്രണങ്ങൾ കഴുകി പുഴുക്കൾ എടുക്കുകയായിരുന്നു. സിസ്റ്റേഴ്സ് ഭക്ഷണം നൽകുകയും തുണികൾ കഴുകുകയും മലമൂത്ര വിസർജനം കോരുകയും ചെയ്യുന്നു. മേയർ പരാതിക്കാരുടെ അടുക്കലെത്തി പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. മദർ തെരേസയെയും കൂട്ടരെയും ഞാൻ അവിടെ നിന്ന് അടിച്ചിറക്കാം. ഞാനത് പാലിക്കും. പക്ഷേ നിങ്ങൾ എനിക്കൊരു വാക്കു തരണം. നാളെ നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരും ഈ ജോലിക്ക് വരണം. തൊട്ടപ്പുറത്ത് നമ്മുടെ കാളിദേവിയുടെ കരിങ്കൽ വിഗ്രഹമാണുള്ളത്. പക്ഷേ ഇവിടെ ജീവനോടെയുള്ള ദേവിയെ ഞാൻ കാണുന്നു. സത്യമാണിത്. കരുണയുടെ പ്രവൃത്തികളാണ് ഒരു വ്യക്തിയെ ദൈവിക ഭാവം കൊണ്ട് നിറയ്ക്കുന്നത്. ദൈവത്തിന്റെ സത്താഭാവമാണ് കാരുണ്യം. നമ്മുടെ കാരുണ്യപ്രവർത്തികളെല്ലാം നമ്മെ ദൈവിക മേഖലയിലേക്ക് ഉയർത്തുന്നു.